മുണ്ടക്കൈ ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ തുകയിൽ നിന്ന് EMI ഈടാക്കിയത് ഗ്രാമീൺ ബാങ്ക് തിരിച്ചു കൊടുത്തു തുടങ്ങി. 3 പേർക്കാണ് പണം തിരികെ നൽകിയത്. എന്നാൽ കൂടുതൽ പേരിൽ നിന്ന് പണം ഈടാക്കിയിട്ടുണ്ടെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. കൽപ്പറ്റയിലെ റീജിയണൽ ഓഫീസിൽ യുവജന സംഘടനകൾ പ്രതിഷേധം തുടരുകയാണ്. അനീസ് അലി വിവരങ്ങളുമായി ചേരുന്നു. അനീസ്, ഏത് സാഹചര്യത്തിലാണ് ഗ്രാമീൺ ബാങ്ക് പണം തിരികെ നൽകാൻ തയ്യാറായത്? സർക്കാർ താൽക്കാലിക ധനസഹായമായി ദുരന്തബാധിതർക്ക് 10,000 രൂപ വെച്ച് നൽകിയതിൽ നിന്ന് EMI പിടിച്ച ഗ്രാമീൺ ബാങ്കിനെതിരെ യുവജന സംഘടനകളുടെ പ്രതിഷേധം രാവിലെ മുതൽ തുടരുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ്, DYFI, യൂത്ത് ലീഗ് എന്നീ സംഘടനകളാണ് ഗ്രാമീൺ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. കനത്ത പ്രതിഷേധത്തെ തുടർന്ന് പണം തിരികെ നൽകാൻ ഗ്രാമീൺ ബാങ്ക് തയ്യാറാവുകയായിരുന്നു. നിലവിൽ 3 പേർക്കാണ് പണം മടക്കി നൽകിയത്. 3 പേരിൽ നിന്നല്ല പണം ഈടാക്കിയിട്ടുള്ളത് എന്ന് യുവജന സംഘടനകൾ ആരോപിക്കുന്നു. അനീസ് അലി, ഏത് സാഹചര്യത്തിലാണ് പണം തിരികെ നൽകാൻ ബാങ്ക് തയ്യാറായത്? ഇന്ന് അല്പസമയം മുമ്പ് സമരക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് ബാങ്ക് അധികൃതർ 3 പേരുടെ പണം തിരിച്ചു നൽകിയത്. ബാങ്കിന്റെ വിശദീകരണം എന്ന് പറയുന്നത് 3 പേരിൽ നിന്നാണ് പണം സ്വീകരിച്ചിരുന്നത്. പണം പിടിച്ചിട്ടുള്ളത് അത് അബദ്ധമായിരുന്നു, പക്ഷേ അത് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ DYFI, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരക്കാർ ഒരിക്കലും പിന്നീട് പിരിഞ്ഞു പോയിട്ടില്ല. അവർ പറയുന്നത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ തിരിച്ചു നൽകിയ പണമാണിത്. അതല്ലാത്ത ഇന്ന് നിരവധി പേർ സമരസംഘത്തിൽ സമരക്കാരോടൊപ്പം തന്നെ ഈ 3 പേരല്ലാത്ത നിരവധി പേരുണ്ട്. അവരുടെ ഒന്നും കടങ്ങൾ ഇതുവരെ എഴുതി തള്ളിയിട്ടില്ല. ഈ ദുരന്തബാധിതരാണ്. ദുരന്തബാധിതർ എന്ന് മാത്രമല്ല, ഈ കടങ്ങൾ എഴുതി തള്ളുക എന്നതിന് പകരം അവിടെ നിന്ന് അവർക്ക് ദുരിതാശ്വാസമായി ലഭിച്ചിട്ടുള്ള സംഖ്യയിൽ നിന്ന് ബാങ്ക് പിടിച്ചിട്ടുള്ളത് 3 പേരുടെ സംഖ്യ മാത്രമല്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ആ തുകകളെല്ലാം തിരിച്ചു നൽകണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും അനുകൂലമായൊരു സമീപനം ഉണ്ടായിട്ടില്ല. ബാങ്ക് അധികൃതർ പറയുന്നത് ഇപ്പോൾ നമ്മൾ 3 പേരുടെ തിരിച്ചു നൽകിയിട്ടുണ്ട്, അത്ര പേരുടേതാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അതേസമയം ബാക്കിയുള്ളതൊന്നും നമുക്ക് തിരിച്ചു നൽകാൻ ഇല്ല, തിരിച്ചു നൽകേണ്ടതെല്ലാം തിരിച്ചു നൽകിയിട്ടുണ്ട് എന്നാണ് അവർ അറിയിച്ചത്. ഇതേ തുടർന്ന് ഇപ്പോഴും സമരക്കാർ ബാങ്കിനകത്തേക്ക് ഇരച്ചു കയറി ഉപരോധിക്കുകയാണ്. ഇതേ തുടർന്ന് 3 സമര സംഘടനകളെയും ബാങ്കിനകത്തേക്ക് വിളിച്ച് 2ാം തവണയും ചർച്ച നടത്തി. പക്ഷേ ഈ ചർച്ചയിലും തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ബാങ്ക് അധികൃതർ അറിയിച്ചിട്ടുള്ളത് തങ്ങൾക്ക് ഈ രേഖകൾ ഒന്നുകൂടി പരിശോധിക്കണം. നിങ്ങൾ സമരക്കാർ പുറത്തിറങ്ങിയാൽ നമ്മുടെ ജീവനക്കാരെ അകത്ത് കയറ്റിയതിന് ശേഷം വേണം അത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ എന്ന് പറഞ്ഞതുകൊണ്ട് സമരക്കാർ ഇപ്പോൾ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ബാങ്കിനകത്ത് തന്നെ സമരത്തിലാണ്. ബാങ്കിന്റെ മാനേജറുടെ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സമരം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. അജിൻസ്, 3 പേർക്ക് പണം തിരികെ നൽകിയെങ്കിലും യുവജന സംഘടനകൾ സമരം അവസാനിപ്പിച്ചിട്ടില്ല. അവർ പ്രതിഷേധവുമായി റീജിയണൽ ഓഫീസിന് മുന്നിൽ തുടരുകയാണ്. കൂടുതൽ പേരിൽ നിന്ന് ബാങ്ക് പണം ഈടാക്കിയിട്ടുണ്ട് എന്നാണ് യുവജന സംഘടനകളുടെ വാദം. അനീസയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അനീസ്, ഈ 3 പേർക്ക് പണം നൽകിയത് ഈ പ്രതിഷേധക്കാർ അംഗീകരിച്ചിട്ടില്ലേ? അജിംസ്, ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? അതായത് ഈ 3 പേർക്ക് മാത്രം പണം നൽകിയാൽ പോരാ എന്നാണോ പ്രതിഷേധക്കാരുടെ ആവശ്യം? തീർച്ചയായും ഇവരിൽ നിന്ന് ആരിൽ നിന്നൊക്കെയാണ് പണം പിടിച്ചിട്ടുള്ളത് അവർക്കെല്ലാം പണം തിരികെ നൽകണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ 3 പേരുടെ പണം തിരികെ നൽകി എന്നത് കബളിപ്പിക്കാനാണ്, സമരക്കാരെ പറ്റിക്കാനാണ്. അതുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയെടുക്കലാണ് ഇത്. അതുകൊണ്ട് ഈ സമരം ഒരിക്കലും അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നാണ് 3 സംഘടനകളും, ഇവിടെ സമരത്തിലുള്ള 3 സംഘടനകളും, DYFI, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് തുടങ്ങിയ 3 സംഘടനകളും ഒരേ നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. ഈ ബാങ്ക് അധികൃതർ കബളിപ്പിക്കുകയാണ്. 3 പേരിൽ നിന്നല്ല ബാങ്ക് അനധികൃതമായി ഈ പണം സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ദുരിതാശ്വാസമായി അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള പണത്തിൽ നിന്ന് EMI പിടികൂടി. അതോടൊപ്പം തന്നെ ഈ ചർച്ച കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ സമരക്കാർ നമ്മോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ദുരന്തമുണ്ടായതിൻ്റെ 6ാം നാൾ ആ പ്രദേശത്തെത്തി ബാങ്ക് അധികൃതർ 6,000 രൂപ ഈ പലിശ ഇനത്തിൽ മാത്രം നിർബന്ധിച്ച് അടപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. മനുഷ്യത്വരഹിതമായ സമീപനമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായ സമരത്തിലേക്ക് പോകേണ്ടി വരുന്നത്. 3 പേർ എന്ന് പറയുന്നത് കബളിപ്പിക്കലാണ്. ഇതുകൊണ്ടൊരിക്കലും സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഈ പണം പിടിച്ചിട്ടുള്ള ആരിൽ നിന്നൊക്കെ പണം പിടിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം പണം തിരികെ
നൽകുന്നതുവരെ സമരം തുടരുമെന്നാണ് ഈ സമരക്കാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ശക്തമായ സമരത്തിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോഴും സമരസ്ഥലത്തേക്ക് 3 സംഘടനകളെയും പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമരം അവസാനിക്കുന്നതിൻ്റെ സൂചനകളൊന്നുമില്ല. സമരക്കാരും ബാങ്ക് അധികൃതരുമായി നടത്തുന്ന ചർച്ചയോടുകൂടി അതിൽ തീരുമാനമാകും എന്നാണ് അറിയിച്ചിരുന്നത്. അതേസമയം ബാങ്ക് അധികൃതർ ആദ്യഘട്ട ചർച്ച കഴിഞ്ഞപ്പോൾ ഈ പണം പിടിച്ച ആളുകൾക്കൊക്കെ തിരികെ നൽകുന്നു എന്നാണ് അറിയിച്ചത്. അങ്ങനെ 3 പേർക്ക് പണം തിരികെ നൽകിയെന്ന അറിയിപ്പും വന്നു. പക്ഷേ അതോടുകൂടി തന്നെ സമരം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്. കാരണം ആ 3 പേരല്ല, അത് കബളിപ്പിക്കലാണ്. ബാങ്ക് 3 പേരിൽ നിന്നല്ല പണം സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം ബാക്കി മുഴുവൻ ആളുകൾക്കും ഈ പണം തിരികെ നൽകുക തന്നെ വേണം എന്നാണ് ഇപ്പോൾ സമരക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് ഈ മുണ്ടക്കൈ, ചൂരൽമല, അതുപോലെ അട്ടമല തുടങ്ങിയ പ്രദേശങ്ങൾ, ദുരന്തം വിതച്ച ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ കടബാധ്യതയിലേക്ക് ഈ ബാങ്കുകൾ അവരുടെ ദുരിതാശ്വാസ ഫണ്ട് ലഭിക്കുന്ന തുകയിൽ നിന്ന് എടുക്കുന്നു എന്നതാണ്. അങ്ങനെ പണം സ്വീകരിച്ചു എന്നതും അത് 3 പേരല്ല എന്നും നിരവധി പേരുണ്ട് എന്നും ഇന്നിപ്പോൾ സമരത്തോടുകൂടി യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും DYFIയുടെയും സമരത്തിൽ വന്ന ആളുകൾ തന്നെ ഈ ബാങ്കിൻ്റെ നടപടിക്കിരയായ ആളുകളുണ്ട്. അതിൽ 3 പേരല്ലാത്ത നിരവധി പേരുണ്ട് എന്നാണ് ഈ സമരക്കാർ പറയുന്നത്. അതുകൊണ്ട് അവരുടെ എല്ലാം കാര്യത്തിൽ തീരുമാനമാകുന്നതുവരെ സമരം അവസാനിപ്പിക്കില്ല, സമരം ശക്തമായി തന്നെ തുടരും എന്നാണ് ഇപ്പോൾ സമരക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ച് ഈ മുഴുവൻ പേരുടെയും രേഖകൾ പരിശോധിച്ച് ആർക്കൊക്കെയാണ് ഇങ്ങനെ പണം നഷ്ടമായിട്ടുള്ളത്, ജൂലൈ 30-ന് ശേഷം ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ദുരന്ത മേഖലയിലെ ആരിൽ നിന്നൊക്കെയാണ് ബാങ്ക് അനധികൃതമായി ഇങ്ങനെ പണം സ്വീകരിച്ചിട്ടുള്ളത്, ദുരിതാശ്വാസമായി ലഭിച്ച പണത്തിൽ നിന്ന് വരെ ഇങ്ങനെ പണം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് സമരക്കാർ ആരോപിക്കുന്നത്. ആ സമരം ശക്തമായി തന്നെ തുടരും. അവസാനിപ്പിക്കണമെങ്കിൽ എല്ലാ ആളുകളുടെയും കൃത്യമായ കണക്ക് പുറത്തുവിടണം. ഈ ആളുകളിൽ നിന്ന് പിടിച്ചിട്ടുള്ള പണം ഇത്രയാണെന്ന് വ്യക്തമാക്കണം. അതെല്ലാം തന്നെ തിരിച്ചു നൽകിയെന്ന് ബോധ്യപ്പെടുത്തണം. അതുവരെയും സമരം തുടരുമെന്നാണ് സമരസംഘടനകൾ അറിയിക്കുന്നത്. അജിംസ്. ടി അനീസലിയാണ് വിവരങ്ങൾ നൽകിയത്. കേവലം 3 പേർക്ക് മാത്രമാണ് ബാങ്ക് പണം തിരികെ നൽകിയിട്ടുള്ളത്. 3 പേർക്ക് പോരാ, പണം പിടിച്ച മുഴുവൻ ആളുകൾക്കും പണം തിരികെ നൽകണമെന്നാണ് യുവജന സംഘടനകളുടെ ആവശ്യം.